തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേമാർ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേമാർ ചാരുന്നു ഞാൻ. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇത് കേൾക്കൂ. ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെയാണ്. തെറ്റുകൾ ചെയ്യാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തിലില്ല. തെറ്റുകൾ, പാപങ്ങൾ സംഭവിക്കും. പക്ഷെ ദാവീദിൻ്റെ ജീവിതം നോക്കിയാൽ ദാവീദ് ജീവിതത്തിൽ കുറേ തെറ്റുകൾ ചെയ്തു. പക്ഷെ ലോകം അവൻ്റെ തെറ്റുകൾ കണ്ടപ്പോൾ ദൈവം അവൻ്റെ ഹൃദയത്തെയാണ് നോക്കിയത്. തെറ്റുകൾ ചെയ്തിട്ട് അവൻ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോയില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. സങ്കീർത്തനം 51 അധ്യായം 10 വാക്യത്തിൽ ദാവീദ് ഈ പ്രകാരം ദൈവത്തോട് പറയുന്നു, ദൈവമേ, നിർമ്മല്യമായ ഒരു ഹൃദയം എന്നിൽ നീ സൃഷ്ടിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്നത് ഇന്നതാണ്. നിർമ്മല്യമായ ഒരു ഹൃദയം നമ്മൾക്ക് ആവശ്യമാണ്. വിഷമിക്കല്ലേ, ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ. ദൈവമേ, എൻ്റെ തെറ്റുകൾ ഇതൊക്കെയാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ. ദൈവം നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. കാരണം നിങ്ങൾ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റയൊരു കാര്യമുള്ളൂ. ദൈവത്തിനോടെല്ലാം തുറന്നു പറയുക. പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിക്കുക. നല്ല ഒരു ഹൃദയം തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.